നാം നല്ല മനുഷ്യരാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൂടി ആ സംരക്ഷണം ലഭിക്കും. അള്ളാഹുവിൻ്റെ ഹിഫ്ള് ലഭിക്കാൻ, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് നാം നല്ലവരായി തീരലാണ്. സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിൽ കാണാം, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല 2 യതീം കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആ നിധിയെ ഒരു മതിലിനുള്ളിൽ വർഷങ്ങളോളം സംരക്ഷിച്ചു. എന്താ കാരണം? വകാന അബൂഹുമാ സാലിഹാ. ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു. ഒരു നല്ല പിതാവിന്റെ മക്കളെ, കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നതാണ്. മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലൗസല്ലി, ഞാൻ നമസ്കരിക്കും, ഫഅദ്കുറു വലദി, അപ്പോൾ എനിക്ക് എൻ്റെ മകനെ ഓർമ്മയാകും, ഫഅസീദു ഫീ സ്വലാത്തി, ഞാൻ എൻ്റെ നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടും, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. തശഹുദിൽ, സുജൂദിൽ എനിക്ക് എൻ്റെ മക്കളെ ഓർമ്മയാകുമ്പോൾ ഞാൻ ദുആ വർദ്ധിപ്പിക്കും, നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ സലാഹിയത്ത്, അവരുടെ ആത്മാർത്ഥത മക്കൾക്ക് ഫലം ചെയ്യും. അതിലൂടെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാം, ഹുഫിളാ ബിസലാഹി അബവൈഹിമാ, ആ 2 മക്കളും അവരുടെ ഉപ്പാന്റെ നന്മ കാരണം സംരക്ഷിക്കപ്പെട്ടു. നല്ല മാതാപിതാക്കളായി മാറുക, നല്ല ഉപ്പമാരായി മാറുക അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നതാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ യഹ്ഫദു ബിസലാഹിൽ അബ്ദി വലദഹു വവലദ വലദിഹി വഇത്രതഹു വഅശീറതഹു വഅഹ്ല ദുവൈറാത്തിൻ ഹൗലഹു ഫമാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മദാമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല മനുഷ്യനിലൂടെ അയാളുടെ മക്കളെ, മക്കളുടെ മക്കളെ, കുടുംബക്കാരെന്തിനേറെ ആ നാട്ടുകാർ വരെ ഒരു നല്ല മനുഷ്യനെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു. അതിന് തെളിവുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ ഇവരിൽ ഉള്ള കാലത്തോളം ഈ ജനതയെ ഞാൻ ശിക്ഷിക്കുകയില്ല. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ റസൂൽ ഉള്ള കാലത്തോളം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്റെ മരണമാണെന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്റെ മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത്, നല്ല മനുഷ്യരുടെ സാന്നിധ്യം ഒരു രാഷ്ട്രത്തിന്റെ, ഒരു നാടിന്റെ നന്മക്ക് കാരണമായി തീരും. അതുകൊണ്ട് ലോകം എത്ര നശിച്ചോട്ടെ, നാം നല്ലവരാണോ എന്ന് ചിന്തിക്കുക. നാം നന്നായാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. നാമും അവരുടെ കൂടെ കൂടാതിരുന്നാൽ മതി.